ഹലോ ഗൈസ്, ഇങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും തെറിച്ചിട്ടിരിക്കുകയാണ് പതിക്കുലമായി. അങ്ങനെ ബുധനാഴ്ചത്തെ ടെക് സ്റ്റോറീസ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ വേണ്ടി പാകുന്നത്. ഓ, ഇതാണല്ലോ. ഇതാണ് TCSൽ അവർ ആക്ച്വലി ഇതുണ്ടല്ലോ, എന്താ കുറേ ആൾക്കാരെ പിരിച്ചു വിട്ടിട്ടുണ്ടല്ലോ. അപ്പം അതാണ് മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. TCS ഈസ് ഗോയിങ് ടു റൂയിൻ ദി വാല്യൂ ഓഫ് മെനി ഇറ്റ്സ് എംപ്ലോയീസ് ദിസ് ഇയർ. സത്യം, കുറേയധികം ആൾക്കാരെ പിരിച്ചു വിട്ടുന്നതുകൊണ്ട് ദിവാലി അത്രയധികം ആഘോഷങ്ങളും പിന്നെ എന്താ തിരികൾ തെളിയുന്ന ഒരു നാളല്ല. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലോ. Cold War, everything China built while the West was sleeping. അതെന്താണോ എവരിത്തിങ് ചൈന? ഡീപ്സിക്ക് ജാനുവരിയിലാണ് റിലീസാക്കിയത്. ഓപ്പണേസ് പെർഫോമൻസ്. ഡീപ്സിക്ക് ഓപ്പണേനെയൊക്കെ മോദിച്ചു. അതേസമയം തന്നെ ഓപ്പണേൻ്റെ ആ ഒരു സ്റ്റോക്ക് വാല്യുവേഷനൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിരുന്നു, പബ്ലിക് കമ്പനി ആണെങ്കിലും. ബട്ട് വിത്ത് വൺ ഹ്യൂജ് ഡിഫറൻസ്, ഇറ്റ്സ് 100% ഓപ്പൺ സോഴ്സ്. അതാണ് 100% ഓപ്പൺ സോഴ്സ് ആണ് നമ്മുടെ ഡീപ്സീക്ക് എന്ന് പറയുന്നത്. ഒമ്നി ഹ്യൂമൻ വൺ ഫെബ്രുവരി. ഒമ്നി ഹ്യൂമൻ വൈൽ ദ വേൾഡ് വാസ് സ്റ്റിൽ പ്രോസസിങ് ഡീപ്സീക്ക്. ബൈറ്റി ഡാൻസ്, അതെ, ടിക്ടോക്കിൻ്റെ ഓണറായിട്ടുള്ള ബൈറ്റി ഡാൻസ് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു വെപ്പൺ അവർ ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരു റെവല്യൂഷണറി അൾട്രാ റിയലിസ്റ്റിക് വീഡിയോ ജനറേഷൻ ഒമ്നി ഹ്യൂമൻ, അതായിരുന്നു അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മാനസ് എ എന്നാണ്. മാനസ് എ ഇതൊരു ആക്ച്വലി ഒരു ചാറ്റ് ബോട്ടല്ല, ഒരു അസിസ്റ്റൻറ്റും അല്ല. ഇറ്റ്സ് ദ ഫസ്റ്റ് എ ഏജൻറ്റ് ദാറ്റ് തിങ്സ് ആൻഡ് പ്ലാൻസ് എക്സിക്യൂട്ട് ഇറ്റ്സ് ഓൺ. സത്യം, ഒരു ഏജൻറ്റ് എങ്ങനെ തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കിടിലൻ ഏജൻ്റാണിത്. ഇതാണ് മാൻസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യുബൻ തിങ്ക് ഡീപ്പർ ആക്ട് ഫാസ്റ്റർ. ഏപ്രിൽ മാസമാണ് Qn3 ഇറങ്ങിയേക്കുന്നത്. ഇത് അലിബാബേൻ്റെ വഴിയിട്ടാണ് ഈ ഒരു സാധനം ഇറക്കിയേക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള LLM മോഡൽ വിത്ത് റീസണിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യും, ഇമേജ് ജനറേറ്റ് ചെയ്യും, വീഡിയോസ് ജനറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ വെബ്സൈറ്റും എല്ലാം നല്ല രീതിയിൽ തന്നെ Qn എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമുക്ക് ജനറേറ്റ് ചെയ്യും. മെയിലാണെങ്കിൽ ക്ലിങ് 2.1 ആണ്. അതായത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് വീഡിയോ ജനറേറ്റേഴ്സ്. അതായത് നമ്മുടെ സൊറാനെ പോലെ തന്നെ, ചിലപ്പോൾ സൊറാനേക്കാളും വലുതാണെന്ന് പറയാൻ പറ്റില്ല, അത്ര പ്രചാരമായിട്ടില്ലെന്ന് മാത്രം. എന്താ പറയുക, അങ്ങനത്തെ ഒരു കിടിലൻ സാധനമാണ്. സർപ്പാസിങ് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ലൈക്ക് സൊറ ഇൻ സെവറൽ ടെക്നിക്കൽ ആസ്പെക്ട്സ്. കണ്ടോ, സൊറാൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു വേർഷൻ കൂടി ഇറങ്ങിയിട്ടുണ്ട്. അത് നല്ല കിടിലൻ സാധനമാണ്. ജൂണിലാണ് ബൈഡു എർണി 4.5. 4.5 നോൺ ആസ് ചൈനീസ് ഗൂഗിൾ. ചൈനീസ് ഗൂഗിൾ ഔട്ട് പെർഫോം GPT-4 ക്ലൗഡി 3 ഒക്കെ ഔട്ട് പെർഫോം ചെയ്യും ഈ ബൈഡുവിൻ്റെ ഈ ഒരു 4.5 എന്ന് പറയുന്നത്. പിന്നെ ജൂലൈയിലാണ് സെയ്ഫ് GLM 4.5 എ പ്രൈസ് റെവല്യൂഷൻ, ദ ചീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് മോഡൽ ഓൺ ദ മാർക്കറ്റ്, മേക്കിംഗ് ഈവൻ ഓപ്പൺ സോഴ്സ് മോഡൽ സീം എക്സ്പെൻസീവ്. അടുത്ത സിലിക്കോൺ ഫ്ലോ GLM 4.5. പിന്നെ ഡീപ്സീക്ക് V3.1 എ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ദ ഫസ്റ്റ് ചൈനീസ് മോഡൽ ടു കോമ്പൈൻ മാസീവ് സ്കെയിൽ. 655 ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ളൊരു ചാറ്റ് ബ്രെയിൻ വിത്ത് എഫിഷ്യൻസി അതിന് കിട്ടും. അതായത് GPT-5 ഇപ്പോൾ ഡയറക്റ്റ്ലി ചലഞ്ച് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ഡീപ്സീക്ക് 4.4 V3.1. പിന്നെ സീ ഡ്രീം 4.0 സെപ്റ്റംബറിലാണ്. ബൈറ്റി ഡാൻസിൻ്റെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇമേജ് ജനറേഷൻ മോഡ്, മേക്കിംഗ് എ മേജർ ക്വാളിറ്റേറ്റീവ് ലീപ്പ് ഇൻ ചൈനാസ് വിഷ്വൽ AI. വാവ്, ഇത്രയധികം വിഷ്വൽ AI, അതേപോലെ തന്നെ നല്ല നല്ല വലിയ AI മോഡൽസ് എല്ലാം അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതധികം ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, ഇതാരും അങ്ങനെ അറിയുന്നില്ല. ഇനി എന്തെങ്കിലും പുതിയ AI അപ്ഡേറ്റ്സ്, AI ന്യൂസസ്. മീര മുരതി, പുള്ളിക്കാരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണല്ലോ. AI. ഇനി ആരാണ്? ബ്രേക്കിംഗ് ന്യൂസ്. ജെൻസൺ ഹാൻഡ് ഡെലിവേഴ്സ് ദ വേൾഡ് സ്മോളസ്റ്റ് AI സൂപ്പർ കമ്പ്യൂട്ടർ ടു എലോൺ മസ്ക് ആൻഡ് സാം ഓൾട്ട്മാൻ. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറുതായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ, AI സൂപ്പർ കമ്പ്യൂട്ടർ. ഇതാണ് കിട്ടില്ല സാധനം. ടു ജെൻസൺ ആഡ്സ്ട്ര.
NVIDIA from a single world of intelligence from a single spark. ഇതാണ് ആ സൂപ്പർ കമ്പ്യൂട്ടർ കിട്ടുന്ന സാധനമല്ലേ. ഇതാണ് നമ്മുടെ ശുക്രണ്ണന് കൊടുത്തേക്കുന്ന സാധനം. കിട്ടുന്ന സൂപ്പർ കമ്പ്യൂട്ടർ. 10 machine learning algorithms every data scientist must master in 2025. ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. ഇതൊക്കെ മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആണ്. അപ്പം എനിക്കൊരു കൃത്യമായിട്ട് ഐഡിയ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, a 4 years old just made a 3 million PlayStation ad using Heinz-Field AI. 4 വയസ്സുള്ള ചെക്കൻ. 4 years old Nashville told to a storyboard for a PlayStation ad, and Heinz-Field sketch to video turned into a global campaign. 48 years later, young boy is a millionaire. എൻ്റെ മോനെ സീന് ഇതാണ് ആ ഒരു ആട്. കിടിലൻ ആടല്ലേ, കിടിലൻ ആട്. അതാണ് പ്ലേസ് ഇതിൻ്റെ പുതിയൊരു സാധനമായിട്ട് ഇതാക്കിയിരിക്കുന്നത്. Another crazy week is moving faster than ever. Here is the biggest last 7 ദിവസങ്ങളുടെ അപ്ഡേറ്റ്സ് ആണുള്ളത്. Figure unveiled its new humanoid robot Figure 303 built for home and factory work. It moves safely, has included hands and can learn to do daily tasks. അപ്പം ഡെയിലി ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഇത്. ആക്ച്വലി കിട്ടില്ല സാധനം. നമ്മളൊന്നും ചെയ്യേണ്ട, എല്ലാം ആ ചാമാൻ അങ്ങ് എടുത്ത് അങ്ങ് ചെയ്തോളും, അത്രേ ഉള്ളൂ. സീൻ അതായത് വീട് ഫുൾ ക്ലീൻ ആക്കുന്നത് അണ്ണന്മാരുടെ വക ഫുൾ ക്ലീൻ ആക്കി വരെ അവർ ചെയ്യും. ഇതാണ് അടുത്ത ഒരു സാധനം. ഇത് ഫിഗർ 303. ഫിഗർ 03 അപ്പം കണ്ടില്ലേ. ഇനി അടുത്ത വീക്ക് എന്ന് പറയുന്ന ഓപ്പണേൻ്റെ അവര് എന്താ പറയാ, ഓപ്പണേൻ്റെ ഒരു കോൺഫറൻസ് ആക്ച്വലി നടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്. ഓപ്പണേ ലോഞ്ചസ് ആപ്സ് ഇൻസൈഡ് ChatGPT അറ്റ് ഡേ 2025. അതിൻ്റെ റിലീസാണ്. ഓപ്പണേസ് AI ഏജന്റ് ബിൽഡർ ഹെൽപ്സ് യു ക്രിയേറ്റ് ആൻഡ് ലോഞ്ച് AI ഏജന്റ്സ്. Pick a goal, link tools and data, test how it works and share it with your team or users. ഓപ്പണേൻ്റെ ഏജന്റ് ബിൽഡർ വഴിയായിട്ട് നമുക്ക് പുതിയ AI ഏജന്റ് സാധനമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി സാധിക്കുന്നതാണ് ഗൈസ്. Custom lookup, analyze builds, review, create chart, and now past builds end. ഒരു AI ഏജന്റ് ബിൽഡർ. NVIDIA, China is blocking US chip imports. അതെ, ചൈന അങ്ങനെ ഇമ്പോർട്ട്സിനെ ബ്ലോക്ക് ചെയ്തേക്കാണ്. ഈ ടൈറ്റനിങ് ഇൻസ്പെക്ഷൻസ് ഓൺ NVIDIA AI chip at big ports to boost its own semiconductor industry. അതായത് NVIDIAൻ്റെ ചിപ്പ് എല്ലാവന്മാർ തടഞ്ഞു വെക്കുകയാണ് എല്ലാ പോർട്ടുകളിലും. നല്ല രീതിയിൽ എന്താ പറയുക, ഇൻസ്പെക്ഷൻ പരിപാടി എല്ലാം ഉണ്ട്. ഒഫീഷ്യൽസ് ആർ നൗ അറ്റ് കീ പോർട്ട്സ് ക്ലോസ്ലി ചെക്കിംഗ് ചിപ്പ് ഷിപ്മെൻറ്റ്സ്. അവന്മാരിപ്പം ഷിപ്മെൻറ്റിന് ഇങ്ങനെ നോക്കിക്കൊണ്ടങ്ങ് ഇരിക്കുകയാണ് ഗൈസ്. എന്നാ ചെയ്യാനാ. Google DeepMind launches Code Mentor, an AI agent that spots security flaws in code and fixes them automatically. Early test on open source project show good result. അപ്പോൾ അടുത്തൊരു സാധനം എന്താ പറയുക, ഇത് കോഡിൻ്റെ ബഗ്സ് ഒക്കെ ഫിക്സ് ചെയ്യാനും അതേപോലെ തന്നെ സെക്യൂരിറ്റി ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എററൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ഡീപ്പ് മൈൻഡിൻ്റെ വക കോഡ് മെൻറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ സാധനം ഇറക്കിയിട്ടേക്കുന്നത്. പിന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ട് ഗിറ്റബിലൊക്കെ ഇഷ്ടംപോലെ പ്രൊജക്റ്റുകൾ ഉണ്ടാവില്ല. ആ ഒരു ഓപ്പൺ സോഴ്സിൽ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് ആക്ച്വലി ഇതുവരെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയും
ഡെവലപ്പേഴ്സിനൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പ്രോ പ്രോ കിടിലൻ സാധനം ഉണ്ടെങ്കിൽ സീനാണ് ഗൈസ്, സീൻ. അങ്ങനെ അവർ അടുത്ത ഡീപ് മൈൻഡിൻ്റെ വക അടുത്തത്. പിന്നെ XAI ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് ക്ലോസസ്റ്റ് ടു ഡാറ്റാ സെന്റർ ഇൻ മെഫിസ്. ഇറ്റ് പ്ലാൻസ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 80 ബില്യൺ ഓൺ എൻ്റെ മോനെ 3 ലക്ഷം മോർ NVIDIA ചിപ്സ്, ബ്രിങ്ങിങ് ദ ടോട്ടൽ ടു എബൌട്ട് 5,50,000 GPUs വെൻ ഫിനിഷ്ഡ്. അത്രയും വലിയൊരു ഡാറ്റാ സെൻറ്റർ വിത്ത് ജാസ്റ്റ് GPUs ആണ് അവർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് XAIൻ്റെ വക. സീൻ എന്ന് പറഞ്ഞാൽ പോലെ. Google launched Gemini 2.5, a model for computer use. Computer യൂസിന് വേണ്ടി ഒരു മോഡൽ. It could be the first big step towards AI agents that use computer just like people do. മനുഷ്യർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു AI ഏജൻറ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. അതാണ് ഈ ഒരു AI സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സീൻ സാധനം കേട്ടോ. AI പരിപാടികൾ. Less is more. Samsung's tiny AI model with just 7 million parameters beats bigger rivals on reasoning tasks. റീസണിങ്ങിൽ ഇവന്മാർ ബീറ്റ് ചെയ്തു ബാക്കി എല്ലാത്തിനെയൊക്കെ. It's got 45% on the ARC AGI test, topping larger models like Llama 3. ലാമ ഒരു മുമ്പിയ മോഡലാണ്. 8B, 7B അത് നമ്മുടെ ചൈനയുടെ തന്നെ ബേസിക് വേർഷൻസ് ഓഫ് DeepSeek ആൻഡ് Gemini എല്ലാത്തിനെയും. അതായത് 7 മില്യൺ പാരാമീറ്റേഴ്സ് ഉള്ളൂ, ബട്ട് അത്ര ഒരു ചെറിയൊരു ചാറ്റ് ബ്രെയിൻ ആണ്. എന്നിട്ടും ഇവന്മാരെ എല്ലാത്തിനെയും ബീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വേറൊരു കളി. Bloomberg take says money is flowing fast between OpenAI, NVIDIA, Oracle, AMD and others. It points to a 300 billion Oracle cloud deal, NVIDIA's possibly 100 billion investment in OpenAI, and AMD's huge 6 gigawatt GPU factory as signs of a AI bubble. കണ്ടോ, ഇങ്ങനെ ഇതൊരു പറന്ന് കളിക്കുന്ന ബൂമാണ്. അതായത് ഓപ്പണൈൻ്റെ 500 ബില്യൺ. ഓപ്പണൈ ആർക്ക്? മൈക്രോസോഫ്റ്റിൻ്റെ അടുത്തുനിന്ന്. അതായത് ഓപ്പണൈയിൽ മൈക്രോസോഫ്റ്റിന് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പണൈൻ്റെ ചിപ്പുകൾ AMDൻ്റെയും അതേപോലെ തന്നെ ഒറാക്കിളിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സാണ്. അത് നമ്മുടെ NVIDIAൻ്റെ ചിപ്പുകൾ. NVIDIA ഓപ്പണൈക്ക് ചിപ്പുകൾ കൊടുക്കുന്നുണ്ട്. AMD ആണെങ്കിലും ഓപ്പണൈക്ക് ചിപ്പുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ NVIDIA XAIക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറാക്കിളും NVIDIAയും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. അതായത് ഒറാക്കിൾ ഡാറ്റാ സെൻറ്റേഴ്സൊക്കെ NVIDIAക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ NVIDIA ആണെങ്കിൽ GPUs അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു റൗണ്ട് സർക്കിളാണ്. ആ ഒരു റൗണ്ട് സർക്കിൾ കിടന്നിങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ടു ഡു ബഡി, വാട്ട് ടു ഡു. This prompt literally guides ChatGPT to write consistently like a human. അതെന്ത് പ്രോംപ്റ്റ് ആണോ? ഇതാണ് ഗൈസ്, ഇതാണ് ആ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ChatGPT നല്ലൊരു കിടിലൻ റൈറ്ററായിട്ട് മാറും. നിങ്ങൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങളൊക്കെ ഹ്യൂമനൈസ്ഡ് ആയിട്ട് തന്നെ ChatGPT അങ്ങ് റൈറ്റ് അങ്ങ് ചെയ്ത് കൊടുക്കും. ഇതാണ് അതിൻ്റെ അടുത്ത സാധനം എന്ന് പറയുന്നത്. ഹ്യൂമനൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നത് ChatGPTൻ്റെ വക. The guy who rejected a 1.5 offer from Meta has finally joined them. Andrew. Who is Andrew Thalok? A super smart Australian AI expert who studied at top schools like UC Berkeley and Cambridge. He had to create PyTorch, a key tool for AI at Meta, formerly Facebook. ഒരു മെറ്റയ്ക്ക് വേണ്ടി തന്നെ പുള്ളി ഒരു AI ടൂൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തതാണ്. PyTorch എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു ഓസ്ട്രേലിയൻ AI എക്സ്പേർട്ടാണ് പുള്ളി. വർക്ക്ഡ് അറ്റ് ഗോൾഡ്മാൻ സാക്സ്, ദെൻ മെറ്റയിൽ പുള്ളി 2013 to 2023 വരെ ജോയിൻഡ് OpenAI ടു വർക്ക് ഓൺ GPT-4. GPT-4 ഓപ്പൺഎയിലായിരുന്നു.
ആൻഡ് co-founded തിങ്കിങ് മെഷീൻസ് ലാബ് ഇൻ 2025. ഇത് മിര മൊറത്തിൻ്റെ കൂടെയാണ് ഇത് ആക്ച്വലി പുള്ളി ഫൗണ്ട് ചെയ്തത്. ആ ഒരു സ്റ്റാർട്ടപ്പാണ് വാല്യുവേഷൻ ചെയ്തത് 12 ബില്യൺ ആണ് വാല്യുവേഷൻ ചെയ്തത്. ബിഗ് ഓഫർ റിജക്റ്റഡ്. ഇൻ ആഗസ്റ്റ് 2025, മെറ്റാസ് മാർക്ക് സുക്കർബർഗ് ഓഫേർഡ് to locate 1.5 ബില്യൺ ഡീൽ. എൻ്റെ 1.5 ബില്യൻ്റെ ഡീലാണ്. ആ ഒരു സമയത്ത് പുള്ളി നോയാണ് പറഞ്ഞത്, വാണ്ടിങ് ടു സ്റ്റേ ഇൻഡിപെൻഡൻറ്റ്. അതായത് പുള്ളീൻ്റെ മീരാമൂർത്തിൻ്റെ കൂടെയുള്ള ആ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടല്ലോ, തിങ്കിങ് മെഷീൻസ് ലാബ്, അതന്നെ ആ ഒരു സ്റ്റാർട്ടപ്പിൽ പുള്ളി വർക്ക് ചെയ്യണമെന്നായിരുന്നു പുള്ളി വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് സർപ്രൈസിങ് ഒക്ടോബർ 11, 2025 ചെർലോക്ക് എന്ന് പറയുന്നത് മെറ്റാൻ്റെ ഇതിനകത്തേക്ക് വന്നത്. ഇനി സൂപ്പർ ഇൻ്റലിജൻസ് ലാബ് ഉണ്ടല്ലോ മെറ്റേൻ്റെ, അതിനകത്ത് പുള്ളി ആക്ച്വലി വർക്ക് ചെയ്യും സുക്കരണൻ്റെ കൂടെ. Why it matters, show how crazy the AI job market is. Big tech companies like Meta and Google are paying billions to hire top talents. സത്യം 1.5, അതിനകത്ത് ഫുള്ളും ക്യാഷ് ആയിരിക്കില്ല, നല്ല രീതിയിൽ സ്റ്റോക്ക് കൊടുക്കും എന്തായാലും. അതായിരിക്കും മെയിനായിട്ട് അണ്ണൻ്റെ വക ഓഫറായിട്ട് വന്നേക്കുന്നത്. 1.5 ബില്യൺ. എന്നാ എത്ര കോടികളുണ്ട്. NVIDIA just released free online course on AI. Here are the courses, 8 courses you do not want to miss. NVIDIA വക കോഴ്സസ് ആണല്ലോ. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് AI, build and train a classification data set and model with NVIDIA Jetson Nano. ഇതാണ് ബിൽഡ് ആൻഡ് ട്രെയിൻ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ്. ഡീപ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, NVIDIA NVIDIA. ഇനി അടുത്ത കോഴ്സ് എന്താ? Accelerate data science workflows. Learn to use Rapids to speed up your CPU-based data science workflow. ആക്ച്വലി ഇത് റിലേറ്റഡ് ടു മെഷീൻ ലേണിംഗ് ആവാനാണ് ചാൻസ്. മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, അതിൻ്റെ കോഴ്സസാണ് അവർ ആക്ച്വലി ഇപ്പം ഇറക്കി വിട്ടേക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടി ആവശ്യമുള്ളവർ ജനറേറ്റ് AI explained. Learn generative AI concepts and applications as well as the challenges and opportunities in this exciting field. Then generative AI ഇതൊക്കെയാണ് അവർ പറയുന്നത്. Generative AI methods. Building RAG agents with the LLMs. Okay, this course will show you how to deploy an agent system in practice. അങ്ങനെ ഒരു ഏജന്റ് സിസ്റ്റം ഇൻ പ്രാക്ടീസ്. ഇനി അടുത്തത് ബിൽഡിംഗ് എ brain in 10 minutes. This course explores the biological inspiration for early neural network. ഇതാണ് അതിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ഇത് ഇൻസ്പിറേഷൻ. Augment your LLM using RAG. Learn about retrieval, augmented generation and how it improves generative AI. ഇത് ഫുള്ള് ആ റിലേറ്റഡ് ടോപ്പിക്കിലാണ് അവർ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഡിജിറ്റൽ ഫിംഗർ പ്രിൻറ്റിംഗ് വിത്ത് മോർഫസ്, വാട്ട് യു വിൽ ലേൺ. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ ഫിംഗർ പ്രിൻറ്റിംഗ്, മോർഫസ് ഫ്രെയിംവർക്ക് ഓവർ, ഡാറ്റ എൻക്രിപ്ഷൻ ടെക്നിക്സ്, ഹാഷ് ഫംഗ്ഷൻ ആൻഡ് ഹാഷ് മോഡൽ. ബിൽഡിംഗ് വീഡിയോ AI ആപ്ലിക്കേഷൻസ് അറ്റ് ദ എഡ്ജ് ഓൺ ജെറ്റ്സൺ നാനോ. ആ ഒരു സൂപ്പർ മോഡൽ വഴിയായിട്ട് introduced Jensen Nano, basics of video AI applications, edge computing concepts, setting up development environment. ഇതൊക്കെയാണ് NVIDIA റിലീസ് ചെയ്ത സാധനം എന്ന് പറയുന്നത്. ഹാക്കേഴ്സ് hijacked Gemini AI using a poisoned calendar invite to take over systems. Hackers tricked Gemini into following hidden instructions in image. Just figured out how to hide secret instructions inside images, and Google Gemini is falling for it. When you upload an image to an AI tool, it usually gets downscaled, shrunk to save money and run faster.
but researchers showed that if an image is specially crafted, that downscaling process actually reveals hidden text the human eye can't see. The AI then reads that ghost text like it's part of your instructions without you knowing. In one demo, the attack tricked Gemini into sending your Google Calendar data to a hacker's email address. This exploit worked against Gemini CLI, Vertex AI Studio, Gemini's API, even Google Assistant on Android. And the team that discovered it even released a tool called Anamorpher to easily generate these images. So how do you protect yourself? Well, be aware that prompt injection attacks are not slowing down, and they're increasingly going to target your connected services like Google Drive, Calendar, or email. So when you have the option, consider whether you want to connect those services to AI. Only upload images from trusted sources, and always double check the text you paste into a chatbot before you hit enter. Hackers should. ഓ ഒന്ന് ഓർത്ത് ജെമിനായിൽ വരെ ഹാക്കേഴ്സ് കയറി കളിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും. പിന്നെ ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് പഠിക്കണം. ഓക്കെ. Iranian artist draws these images using only mathematical equations. ഒന്ന് കാണുന്നല്ലോ. ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എല്ലാം വെച്ചിട്ട് ഇതെങ്ങനെ കോമറ്റ് ബൈ ഹമീദ് നരൈദി യാഗ്നെവ്, ഇന്ററാക്റ്റിംഗ് ബ്ലാക്ക് ഹോൾസ് ബൈ ഹമീദ് നരൈദി യാഗ്നെവ്, Aurora over an Arctic landscape by Hamid Naredi Yahi. ഇതെല്ലാം മാത്സ് ഇക്വേഷൻസ് വഴിയായിട്ടാണ്. ഇനി ഇറാനിയൻ ആർട്ടിസ്റ്റ് ആണ് ആക്ച്വലി പുള്ളി. ഈ ഇക്വേഷൻസ് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം വളരെയധികം സിമ്പിൾ അല്ലേ, ഒന്നും മനസ്സിലാവില്ല. അടുത്തൊരൈറ്റം, ഇത് അടുത്തൊരൈറ്റം. അടുത്ത അടുത്തായിട്ട് ഇതും അടുത്തവരെ. അയ്യോ സ്റ്റോം, എന്താ വിമാനം, bird flying over a leafless forest. അടുത്തത് ആക്റ്റീവ് വോൾക്കാനോ. Swarm of bats. Large wave hitting the coast. Dust storm. Strawberries. Polar bear walking in front of the sunset. Whirlpool. ഇത്രയും ഐറ്റംസ് ആണ് ആ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതായിട്ട്. A human brain uses 12 watts to think, while an AI system doing the same job would need 2.7 billion watts. Human brains versus the AI brain. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമേ. Deloitte is partnering with Anthropic to deploy its cloud AI across 4,70,470 employees worldwide. Deloitte ക്ലൗഡിയുമായിട്ടാണ് ബിഗ് പാർട്ട്ണർഷിപ്പ്. Deloitte, a huge consulting company, is teaming up with Anthropic to use their AI tool Cloudy for all 4,70,000 employees in 150 countries. ക്ലൗഡി ആയിട്ടാണ് ഡെലോയിറ്റ് ഇപ്പം വരുന്നത്. ക്ലൗഡി ആയിട്ട് നല്ല പാർട്ട്ണർഷിപ്പാണ് ഇപ്പം. ക്ലൗഡിക്കും അതുകൊണ്ട് ഗുണം, ഡെലോയിറ്റിനും അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നത്. അതായത് 4,70,000 എംപ്ലോയീസ് ആണുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇമാതിരി ഒരു ഡെലോയിറ്റും ക്ലൗഡി ഈ ഒരു ഡീലിന് വരുന്നത്. ഇതൊരു കിടിലം ബിഗ്ഗസ്റ്റ്
ഡീലാണ്. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ബിസിനസ് യൂസ് ഓഫ് ക്ലൗഡി സോഫ്റ്റ്വെയർ. സത്യം, അത്രയും ആൾക്കാർ, 4 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ സാധനം. അതും ഇതൊരു വലിയൊരു ലാർജസ്റ്റ് ബിസിനസ്സാണ് ക്ലൗഡിൻ്റെ എന്ന് പറയുന്നത്. വർക്ക് ടുഗെദർ ഇവർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 2024 ഇവർ സ്വന്തം ഇങ്ങനെ ഇവർ തമ്മിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് കുറച്ചും കൂടെ എലാബറേറ്റീവ് ആയത്. കസ്റ്റം AI ഫോർ jobs. Cloudy will be tailored for different roles like accountants, developers and consultants to help their work. ഡെവലപ്പേഴ്സിനും കൺസൾട്ടൻസിനും അതേപോലെ തന്നെ അക്കൗണ്ടൻസിനും എല്ലാം ഈ ഒരു വർക്ക് സ്പെസിഫിക്കലി അവർക്കെല്ലാം തന്നെ ഇതുവഴിയായിട്ട് ആക്ച്വലി ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ആൾക്കാർക്കെല്ലാം തന്നെ ക്ലൗഡി കുറേയധികം കാര്യങ്ങൾ നന്നായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. Deloitte. Oh. The AI will be set up across Deloitte in the coming months with a special team to help make it work smoothly. Okay. The AI will be set across Deloitte. എല്ലായിടത്തും ക്ലൗഡിൻ്റെ AI ഏജൻറ്റ് ഉണ്ടാവും. ട്രെയിനിങ് പ്രോഗ്രാം. 15,000 Deloitte workers will get training to use Cloudy safely and efficiently. അപ്പോൾ അതായത് ക്ലൗഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് 15,000 ആൾക്കാർക്ക് അവർ ട്രെയിനിങ് കൊടുക്കും. എങ്ങനെ ആ സാധനം യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു കൊടുക്കും. ഫോക്കസ് ഓൺ കീ ഇൻഡസ്ട്രീസ്. ദ AI വിൽ ഹെൽപ്പ് ഇൻ ഏരിയാസ് ലൈക്ക് ബാങ്കിങ്, ഹെൽത്ത് കെയർ ആൻഡ് ഗവൺമെൻറ്, മേക്കിംഗ് ഷുവർ ഇറ്റ്സ് സേഫ് ആൻഡ് ഫോളോവേഴ്സ് റൂൾസ്. അതേ, ഈ ഒരു AI ഏജൻറ്റ് ബാങ്കിങ്ങിലുണ്ടാവും, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ, പിന്നെ ഗവൺമെൻറ് സിസ്റ്റംസിൽ എല്ലാത്തിലും ഈ ഒരു AI ഏജൻറ്റ് ഉണ്ടാവുന്നതാണ്. Working with other tools. Cloudy will connect with apps like Slack, but only access allowed data to keep things secure. Oh. Slack ആയിട്ടൊക്കെ ക്ലൗഡി ഇപ്പം വർക്ക് ചെയ്യുന്നതാണ്. ക്ലൗഡി ചേട്ടന്മാരും ഡെലോയിറ്റുകളും. Microsoft Azure and NVIDIA unveils world's first GB300 NVL72 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ. അപ്പം ഇതാണ് അവരുടെ മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂർ, നമ്മുടെ ഇത് തന്നെ എന്താ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ പരിപാടി തന്നെ. ആൻഡ് NVIDIA ടീം അപ്പ് ടു ക്രിയേറ്റ് ദ വേൾഡ്സ് ഫസ്റ്റ് GB300 NVL72 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ. സൂപ്പർ കമ്പ്യൂട്ടിംഗ് ആണ് ഓർക്കണം. അനൗൺസ്ഡ് ഓൺ October 9 അനൗൺസ് ചെയ്തത് 2025. സീന് ഇവിടേക്കൊന്നും പോയി കാണാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഓർത്തു പോകുന്നു. ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ കാര്യം. OpenAI purpose building for OpenAI to handle huge AI tasks. OpenAI ആരാണ് മെജോറിറ്റി ഓഫ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന് പറയുന്ന നമ്മുടെ മൈക്രോസോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ OpenAIക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം ഇപ്പോൾ ഇവർ ഉണ്ടാക്കുന്നത്. ഈ ഒരു സാധനത്തെ ട്രെയിൻ ചെയ്യിക്കാൻ, റൺ ചെയ്യിക്കാൻ, അതേപോലെ തന്നെ നല്ലൊരു സൂപ്പർ സ്മാർട്ട്, ഇതിപ്പോൾ ഉള്ളതിനേക്കാളും നല്ല സ്മാർട്ടായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള AI മോഡൽസ് ജനറേറ്റ് ചെയ്യാനാണ് ഇവരിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പവർഫുൾ ഹാർഡ്വെയർ യൂസസ് ഓവർ 4,600 NVIDIA Blackwell Ultra GPUs and 36 ARM-based Grace CPUs per rack for top performance. അവർ യൂസ് ചെയ്യുന്നത് 4600 NVIDIAൻ്റെ Blackwell Ultra GPUs ആണ്. ബ്ലാക്ക്വെൽ അവരുടെ ഒരു ന്യൂ സാധനമാണ്, നല്ലൊരു സൂപ്പർ കമ്പ്യൂട്ടർ. അതേപോലെ തന്നെ 36 ARM-based Grace CPUs, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് രണ്ടുമാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡെലിവേഴ്സ് 1.44 extra flops of computing power and moves data at 130 terabytes per second within each rack. നോർത്തോക്ക് ഇടെന്ന് പറഞ്ഞ പോലെ രീതിയിലായിരിക്കും അത് പോകുന്നത്. അമ്മാതിരി എഫിഷ്യൻ്റ് ആണ്, അത്രയും ഫ്ലോ ഉണ്ട് ആ സാധനത്തിന് എന്ന് പറയുന്നത്. ബെറ്റർ പെർഫോമൻസ് അപ് ടു 5 times faster than older NVIDIA systems for big AI models. അത് NVIDIAൻ്റെ പഴയ സാധനങ്ങളൊക്കെ അപ്ഡേറ്റ് എന്താ പറയുക, വളരെ ഇതാവും, പഴയതായി മാറും. കാരണം പഴയതിനേക്കാളും കിടിലൻ റൈറ്റാണ് അവരിപ്പം
ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നത് റീസണിങ്ങിനൊക്കെ വളരെ കിടിലൻ ആയിട്ടായിരിക്കും ഈ സാധനം എന്ന് പറയുന്നത്. സ്മാർട്ട് കണക്ഷൻസ് യൂസസ് NVIDIA's ഫാസ്റ്റ് ക്വാണ്ടം X800 InfiniBand and NVLink to connect pods. So data moves smoothly and quickly across the system. NVIDIAൻ്റെ ക്വാണ്ടം 860 ഇൻഫിനിറ്റി ബാൻഡാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ എന്താ പറയുക, അതുവഴിയായിട്ടാണ് പല പാർട്ടുകളുമായിട്ട് ആക്ച്വലി കണക്ഷൻ ആവുന്നത്. Cooling and power. Custom liquid cooling and smart power system keep the cluster running efficiently using about 142 kW per rack. ഇത്രയധികം കൂളിംഗ് സിസ്റ്റവും അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇതൊക്കെ ഇത്രയും ഇതാക്കണമെങ്കിൽ അത്രയും നല്ല കൂളിംഗ് സിസ്റ്റം ഒക്കെ വേണം, അല്ലെങ്കിൽ ഓഫ്. ഗൈസ്, ഈ വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സൊറയിലാണ്. സൊറേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അവന്മാർ ഇതാ ഇമാതിരി രീതിയിൽ ഉണ്ടാക്കി അങ്ങ് വെച്ച് തരും. ഈ ഓരോ സൊറ കഷ്ടപ്പാടാണ്. Why it matters. The deployment strengthens Azure's AI infrastructure leadership and enable OpenAI's next generation model. It advances US AI competitiveness globally with the early adoption by CoreWeave and upcoming global cloud availability signaling broader industry momentum. ഈ നമ്മൾക്ക് ഇത്രയും വലിയൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒന്ന് ചൈനയ്ക്ക് അത് പണിയായിരിക്കും. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ പിന്നെ ആമസോണിൻ്റെ ഒക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ടല്ലോ, അവർക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പണിയായിരിക്കും. അതൊക്കെയാണ്. അതേപോലെ തന്നെ യുഎസിന് മെച്യൂരിറ്റി, യുഎസിന് അവർക്കൊരു നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യണം. അതാണ് അവരുടെ ഏറ്റവും പരിപാടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ AI ഇനി വരുന്ന മോഡൽസ് 6 ആണെങ്കിലും 7 ആണെങ്കിലും 8 ആണെങ്കിലും ആ ഒരു മോഡൽസ് എല്ലാം അത്രയും ഫാർ ബെറ്റർ ആയിരിക്കണം. അതായത് സൂപ്പർ പവറുള്ളൊരു സൂപ്പർ റീസണിങ്ങും അതേപോലെ നല്ല ഇമേജ് ജനറേഷൻ മോഡൽസ് ഒക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. Humans will be busier in the future than they are now because of AI. അതെന്താണാവോ? busier. $1 trillion web links tech giants to OpenAI through infrastructure and compute. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഡീല് NVIDIA, XAI, Oracle, Intel, Nebius, OpenAI, AMD, NASCAL, അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷൻ, അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്നത് പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ യൂസ്ഡ് പെർപ്ലെക്സിറ്റി AI to prepare his prestige Globe Award speech. പെർപ്ലെക്സിറ്റി വഴിയായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ used Perplexity AI to prepare his speech for the prestigious Globe Award as he felt nervous while getting ready, trying to figure out what to say. Salam alaikum, boa noite, desculpe. Troféu, tenho alguns troféus em casa, mas tenho que dizer que este troféu é especial e é bonito. Bom, o que é que eu vou dizer? Acho que já foi tudo dito. Tenho que vos confessar que hoje à tarde na mesa estava a estudar o que é que eu ia dizer neste discurso, que é um prémio prestígio. Eu pensava que é um prémio prestígio. Será que é um prémio final de carreira? Eu fiquei um pouco nervoso. E eu disse, não pode ser. E estive a fazer uma pesquisa no Perplexity. Se vocês não sabem, depois pesquisem para ver o que é. E tive uma pequena ajuda. Bom, falando agora de coisas sérias, para mim isto é um motivo de grande orgulho. Wow. Cristiano Ronaldo. Wow. AI Narcisson. Cristiano. Instagram just added 4 new languages to its AI auto-translate and lip-sync features. അതൊക്കെ ഏതൊക്കെ സിസ്റ്റം നോക്കട്ടെ. Hey everyone, we've got some exciting news for creators. We are launching AI translations in more languages. So that means that no matter what language you speak, you're going to be able to reach more people around the world. Hey everyone, we've got some exciting... ഹിന്ദിയിൽ അവൈലബിൾ ആണ്, പോർച്ചുഗീസിൽ, സ്പാനിഷ്, ഇംഗ്ലീഷ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഹിന്ദിയിൽ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതായത് ഇത്തരം ഭാഷകളുടെ ഹിന്ദിയിൽ, കാരണം അത്രയും ആൾക്കാരുണ്ട്. പിന്നെ പോർച്ചുഗീസ് ഇഷ്ടംപോലെ, സ്പാനിഷ് ഇഷ്ടംപോലെ, മെക്സിക്കോയിൽ വരെ, സ്പെയിൻ മാത്രമല്ല മെക്സിക്കോയിൽ എല്ലായിടത്തും ഈ സ്പാനിഷ് സാധനമുണ്ട്. അതേപോലെ ഇംഗ്ലീഷും വേൾഡ്, അവർക്ക് നല്ല കളിയാണ്. ഓട്ടോമാറ്റിക് ഡബിംഗ് translate and dub screens in different languages using the creator's own voice
പ്രിസർവിങ് ദ ഒറിജിനൽ ടൂൺ ആൻഡ് സ്റ്റൈൽ. ഓ സീന്. നമ്മുടെ ഗൂഗിളല്ല യൂട്യൂബ് ഇപ്പം ഒരു ഓട്ടോ ഓട്ടോ ഡബിങ് പരിപാടി ഇറക്കിയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഓട്ടോ ഡബിങ് അവന്മാർ ചെയ്തേക്കുന്നത് ഇത് ഡിഫറെൻറ്റ് ലാംഗ്വേജസിലേക്ക് അവർ കൺവേർട്ട് ചെയ്യും. ഇംഗ്ലീഷ്, ഹിന്ദി, സ്പാനിഷ്, അതേപോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, സ്പാനിഷ്, ഹിന്ദി, പോർച്ചുഗീസിലേക്ക് ഡബ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ലിപ് സിങ്ക്രണൈസേഷൻ ensures that the translated audio matches the speaker's lip movement, enhancing the authenticity of the content. നമ്മുടെ ലെഗ് മൂവ്മെൻറ്റ്സ് വരെ അവർ നോക്കുന്നുണ്ട് കറക്റ്റായിട്ട്, എന്തൊക്കെ നടക്കും, എന്തൊക്കെ ലിപ് മൂവ്മെൻറ്റ്സ് എങ്ങനെ ഇതാക്കും. ഇത് വഴിയായിട്ട് സത്യം നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മളിപ്പോൾ ഒരു സ്പാനിഷ് യൂട്യൂബറിനെ കാണുന്നു, ആ പുള്ളി സ്പാനിഷിലായിരിക്കും അവിടെ പറയുന്നത്, പക്ഷെ ആ പുള്ളീൻ്റെ വീഡിയോ നമുക്ക് ഇംഗ്ലീഷിലായിട്ട് ഓട്ടോ ഡബായിട്ട് കേൾപ്പിച്ചാലോ നമുക്കത് മനസ്സിലാവും, നമ്മളത് കാണുകയും ചെയ്യും. അതേപോലെ തന്നെ പുള്ളിക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടും. അതാണ് സിമ്പിളായിട്ട് ഗ്ലോബൽ റീച്ച് കിട്ടും. അത്രയും ആൾക്കാർ ആ സാധനം കാണുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ മാറ്റം പറയുന്നത്. ഇങ്ങനെ ഓരോ സിസ്റ്റംസ് ഇവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, AI's biggest spenders. OpenAI top the top 30 customers who have used 1 trillion plus token. Trillion ആയിരിക്കും. OpenAI customers. ഒന്നാമത്തെ ഐസക് ആൻഡേഴ്സൺ ആണ് ഡ്യുവോലിംഗോയിൽ. പിന്നെ അടുത്തത് ഓപ്പൺ റൂട്ടർ അലക്സ് അറ്റ്ലാഗ്. പിന്നെ ക്രിസ് കോളോ എന്ന് പറയുന്നത് ഇൻഡീഡിൻ്റെ പുള്ളി. പിന്നെ ജോൺ എമോൺസ് സെയിൽസ് ഫോഴ്സ്. പിന്നെ ഹർജോഡ് ഗിൽ കോഡ് റാബിറ്റ്. പിന്നെ ക്രിസ് ഇപ്പോളിറ്റ് ഐ സൊല്യൂഷൻസ്. ജാക്കുൽ ജിപ്പ് ഔട്ടേക്ക്. മഹേഷ് കുമാർ ടൈഗോ അനലറ്റിക്സ്. കാൽവിൻ ലീ റാമ്പ്. സെക്യൂരി ലിപ്റ്റൺ അബ്രിഡ്ജ്. ജോയൽ ലിയു സൈഡോ എ. സാക് ലോയ്ഡ് വാർഡ്.dev. ഡാനി പാസസ് ഷോപ്പിഫൈ. സാറാ സാക്സ് നോഷൻ. ഡഗ്ലസ് ഷോണോവിസ് വൂപ്സ്. എൻ്റെ മോൻ ഇത്ര ആൾക്കാർ 1 ട്രില്യൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 ട്രില്യൺ ടോക്കൺ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, 1 ട്രില്യൺ ആണ്. പിന്നെ പ്രാറ്റി ശർമ്മ ഹബ്സ്പോട്ട് ഡാഷ്വർക്സ്. ഡെന്നിഷ് ഷെറിയായ ജെറ്റ് ബ്രെയിൻസ്. സാം സ്പെയിൻബർഗ് ഡെൽഫി. അശ്വിൻ ശ്രീനിവാസ് ഡേഖഗൺ. ശ്രീറാം ശ്രീധർ റോക്സ്. നന്ദൻ പ്രോട്ട് ടി മൊബൈൽ. ശശി ഉപാധ്യ സെൻഡർ. ആരോൺ വിഡ്ലി Harvey. Luke Wolowski Red A. Danny with Canva. Scott Wu Cognition. Kiting Sai Datadog. Dennis Yards Perplexity. Pablo Samundio Mercando Libre. Kiasu Jensparke. ഇത്രയധികം സ്റ്റാർട്ടപ്പുകളാണ്. സ്റ്റാർട്ടപ്പുകളുടെ മുതലാളികളായിരിക്കും ഇവരെല്ലാവരും മെയിനായിട്ട് തന്നെ. അവരാണ് ഇത്രയും സാധനങ്ങൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഈ ആളെ കുറിച്ച് ഇവനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, അണ്ണൻ ചെയ്തു വെച്ച കാര്യം. OpenAI launches apps inside ChatGPT taking aiming at Google and Apple. ChatGPT now lets you chat directly with apps inside of ChatGPT to get things done faster. Booking.com. Figma diagram. Coursera teach me. Apps. Apps that responds to you. ChatGPT. അപ്പം ഗൂഗിളിനും പണിയായിട്ടുണ്ട്, അതേപോലെ തന്നെ ആപ്പിളിനും പണിയായിട്ടുണ്ട്. കാരണം കണ്ടോ, ChatGPT അതിൻ്റെ ഉള്ളിൽ തന്നെ സാധനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാൻവ ഇൻസൈഡ് ഓഫ് ChatGPT ഉള്ളിൽ തന്നെ ആപ്പുകളുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ പഠിപ്പിച്ചു തരും ആ ഒരു ആപ്പുകൾ. അപ്പം ആപ്പുകൾക്കും നല്ല പൈസ കിട്ടും, ChatGPTക്കും നല്ല പൈസ കിട്ടും. ഇനി അടുത്തത് പ്ലാൻ എ ട്രിപ്പ് വിത്ത് book.com. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഒന്നത്. പിന്നെ അടുത്തത് ക്രിയേറ്റ് വിത്ത് ക്യാൻവ വഴിയായിട്ട് നമുക്ക് ഇഷ്ടംപോലെ നല്ല കിടലും സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അടുത്ത് ജനറേറ്റ് ഡയഗ്രാംസ് വിത്ത് ഫിഗ്മ വഴിയായിട്ട് ഡയഗ്രാംസ്. ഫിഗ്മ ലേൺ വിത്ത് കോഴ്സില വഴിയായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും.
build a playlist with Spotify. Organize your getaway with Expedia. Organize. Search for a home with Zillow. Sam Altman said AI isn't just a tool, it's becoming a medium for creation. സത്യം. ഇത്രയും ആപ്പുകൾ ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി ഓരോ കാലങ്ങൾ കഴിയുന്തോറും ഓരോ മാസങ്ങൾ കഴിയുന്തോറും വേറെ ആൾക്കാർ ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്യും. കാരണം ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഏത് ആപ്പ് നമ്മൾ ആമസോൺ വേണ്ട, നമുക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഫ്ലിപ്കാർട്ടൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ആ ഒരു ഫ്ലിപ്കാർട്ടിന് ഓപ്പൺ എ ആയിട്ട് ഇൻ്റഗ്രേഷൻ വന്നെന്ന് വിചാരിക്കുക. അപ്പം ഫ്ലിപ്കാർട്ടുകാർക്ക് അത് ഈസി ആയിരിക്കാം, കാരണം അത്രയധികം കസ്റ്റമേഴ്സിന് ഓപ്പൺ എ വഴി കിട്ടും. പിന്നെ ഓപ്പൺ എക്ക് ചെറിയ പൈസ കൊടുത്താൽ മതി. ഓപ്പൺ എക്കും എന്താ പറയുക, അവർക്ക് നല്ല രീതിയിൽ ആഡ് റൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ വേറൊരു കാര്യം. പിന്നെ വേറെ സബ്സ്ക്രിപ്ഷൻ വേറെ പൈസ. ഇത് നമ്മൾ കേട്ടതാണ്. വീഡിയോ ഡ്രോപ്പ് Sora 2 for everyone 40 hours after it dropped the internet. Sora 2. Hollywood's over. NVIDIA has Sora 2 now. സാവണ്ണന്റെ Sora 2 ആണല്ലോ. Man vs. Animal. And they're off! An explosive 198 kilos. Larkin on the left, Gorilla X on the right. Look at that burst from the crocodile. The reptile's tail power is incredible. He's already even with Richie. Lucas Reeves on the right, Kodiak the Bear on the left. This is the matchup everyone wanted to see. Clean up to the first hurdle. Look at the synchronization. Clean start for both lanes. Great acceleration from Ellis on the right. 1-2 to the silverback. Oh Fastball. my, that ball is launched way back, and it is long gone. Absolute miss. സീൻ സാധനമുണ്ടോ Sora ഇറക്കി വിട്ടേക്കുന്നത്. B-Boying Montague, real world physics, multiple environments and camera setup with Sora 2 on NVIDIA. ക്യാമറ ഒക്കെ വരുന്നുണ്ടല്ലോ ഈ സീൻ, മറ്റേ ക്യാമറ സീൻ. ഇതത്ര നാച്ചുറൽ ആയിട്ട് തോന്നില്ല മറ്റേ ഇപ്പൊ കണ്ടു. Yes, Mohammed. ഇതിലാണ് സാധനം. Ducks invade NYC. Surreal ideas with Hollywood level realism. Hollywood level realism. കണ്ടോ ഓരോ ക്യാമറ ഷോട്ട്സ്, ആംഗിൾസ്, സീന്, ഇതിനൊക്കെ എത്ര VFX ഉപയോഗിക്കേണ്ടതാണ്. അതാണ് സിമ്പിളായിട്ട് പ്രോംപ്റ്റ് വഴിയായിട്ട് സാധനം ഉണ്ടാക്കുന്നത്. ഇതിലാണ് സാധനം. He goes down hard Dog training video. on the turf. Absolutely. Look at the dog coming in fast. Local for compression. There, eyes open. That's it. You're okay. Look at that pace. First turn of play, no hesitation. But she's keeping him tight on her left hip. Beautiful tip off. Push, yes. Running through a court set here, and the shepherd is locked in. He goes down hard on the turf. കിടിലൻ സാധനം. ഇനി അടുത്തൊരു കാർ, എപ്പിക് കാർ കൊമേഴ്ഷ്യൽ, indistinguishable from real life with Sora 2 created. Take testing seriously. ഇതിന്റെ ഓരോ ആംഗിൾസ്, സീന്. Sometimes too seriously. സീൻ. നശി ഇല്ലേ അതെന്തുവാടാ റിയലിസ്റ്റിക് പ്രൊമോ, റിയൽ ക്യാമറ മൂവ്മെന്റ് ആൻഡ് സൗണ്ട് വിത്ത് Sora 2. If you're even thinking about San Francisco, this is the time.
Properties are flying. Blink, it's gone. Hear എൻ്റെ that? മോനെ That's the sound of people still sleeping. Missing the bus. While you're standing here on marble, staring at the bay. We're talking days on market, not weeks. Offers over ask, contingencies waived. This block, 2 closings last month alone. You wait a week here, and the deal's gone. People are lining up before the ink is dry. Russian Hill, Noe, Mission, same story. Blink, and it's pending. You want a shot? You move today. Because waiting in line for coffee, that's fine. Waiting to buy in San Francisco, not so much. Yep, buddy. Oh. Jazz Club invite. ഞാനൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അത്ര കിടിലൻ സാധനം ഐറ്റംസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. And the crazy is moving faster than ever. It's biggest news of the last 7 days. ഇതും കൂടെ കാണണം. ഇത് ഒരാഴ്ച മുൻപുള്ള ന്യൂസാണ് ഗൈസ്, അതുകൊണ്ട് കാര്യമില്ല. Google just made a great move that could reshape the AI ecosystem. ഗൂഗിളിൻ്റെ വക എന്താണ്? Google made a sneaky change to its search engine that could shake up how AI and website work. Here is one simple breakdown of what's going on. എന്താണ് അവർ ചെയ്തത്? Google changed how search results show up. Okay, they removed a setting, number 10, that lets people see search result on one page. Now you only get 10 results per page, and you have to click through more pages to see more. ഒരു പേജിനാകെ 10 റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഓരോരോ പേജ് നമ്മളിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കണം, എന്നാലേ ബാക്കി നമുക്ക് കിട്ടുള്ളൂ. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. Why this matter for website? Analytics look worse. Many websites saw a big drop, 77 to 80% in how often they show up in search reports, because tools used to track 100 results at once, even no one saw them. സത്യം, വെബ്സൈറ്റുകൾക്കൊക്കെ അവർ ബിഗ് ഡ്രോപ്പാണ്. ഏകദേശം 77-80% ആണ് അവരുടെ ആഡ് റെവന്യൂസിലും എല്ലാത്തിലും അവർക്ക് നല്ല ട്രാഫിക്കിങ്ങിലൊക്കെ ആണെങ്കിലും അവർക്ക് നല്ലൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഹാർഡർ ടു ട്രാക്ക് റാങ്കിങ്. ടൂൾസ് ദാറ്റ് ചെക്ക് വേർ വെബ്സൈറ്റ് റാങ്കിങ് search results are broken or need more work to get the same info, making it costlier and slower. Focus on top 10. Website now need to aim for the top 10 spots to be noticed. സത്യം, ഒന്നോർത്ത് പണ്ടിങ്ങനെ ഇഷ്ടം പോലെ ഒന്ന് നമുക്ക് ഏതെങ്കിലും ഇതാക്കായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആദ്യത്തെ ആ ഒരു 10 ലിസ്റ്റ്, ആ ഒരു പേജിലുണ്ടാകുന്ന 10 വെബ്സൈറ്റുകൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. ബാക്കി 90 പോകുമ്പോൾ എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ പുതിയൊരു പരിപാടി. കാരണം ഇനി വരാൻ പോകുന്നത്. How this affect AI? Tougher for AI companies. AI tools like ChatGPT or Perplexity used to be setting to grab lots of search data easily. Now they need 10 times more effort to get the same info, which costs more. Scene. Google has an edge. Google's on AI, like Gemini, does not face this issue because it uses Google's data directly. Here it an advantage over competitors. സത്യം, ഇതുവഴിയായിട്ട് ഗൂഗിളിൻ്റെ എ ആണ് ഏറ്റവും കൂടുതൽ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ ChatGPT, പെർപ്ലെക്സിറ്റിക്കൊക്കെ നല്ല പണി ഉണ്ടാവും. ഈ ഒരു സെറ്റിംഗ് വഴിയായിട്ട് തന്നെ അവർക്ക് നല്ല ഈ ഡാറ്റാസൊക്കെ ഗ്രാബ് ചെയ്യണമെങ്കിൽ നല്ല പണിയായിരിക്കും. സത്യം പറയാലോ. ലെസ് വെറൈറ്റി ഇൻ AI answers. AI must mean smaller websites or niche content like a Reddit post, so its answer could become less diverse. അപ്പം ജെമിനൈക്ക് മാത്രമായിരിക്കും ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുക, ബാക്കി ഒറ്റ ഒരുത്തന്മാർക്കും ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ കുറച്ചധികം പണി കൂടുതലായിരിക്കും. ഇമ്പാക്റ്റ് ഓൺ സ്മോളർ വെബ്സൈറ്റ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ്. ഹാർഡർ ടു ബി ഫൗണ്ട്. Smaller websites or new apps buried beyond the
first page of results are less likely to be seen by AI users. സത്യം, സ്മോളർ ആയിട്ടുള്ള ആൾക്കാർക്കും വെബ്സൈറ്റുകൾക്കും ഇത് നല്ല രീതിയിൽ പണിയായിരിക്കും. കാരണം അവരെ കാണാനോ ഒന്നും തന്നെ ആളുകൾ ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല. Need new strategies. Website and startup must focus on getting to the top 10. എല്ലാവരും ആ ഒരു ടോപ്പ് 10-ൽ വന്നില്ലെങ്കിൽ ഗൂഗിൾ നമ്മളെ മൂഞ്ചിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. Google's change make it harder for website and AI tools to work the way they used to. It's a win for cleaner data but makes life tougher for smaller players and could tilt the AI world towards big tech companies like Google. സത്യം, അതായത് ചെറിയ ആൾക്കാർക്ക് ഇതുകൊണ്ട് വളരെ സീനായിരിക്കും. അതേപോലെ ഈ ജെമിനായി ഗൂഗിളിൻ്റെ ഓരോ AI സിസ്റ്റംസിന് വളരെയധികം ഗുണമായിരിക്കും. കാരണം അവർക്ക് ഏറ്റവും ആദ്യം തന്നെ വരികയും ചെയ്യാം, അതേപോലെ തന്നെ ഇഷ്ടംപോലെ ഡാറ്റാസ് ഉണ്ട്. ഇതിനകത്ത് മറ്റേ ചെറിയ ആൾക്കാർക്കാണ് ഇതുവഴിയായിട്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. ഗൂഗിളിൻ്റെ ഓരോരോ അപരാധങ്ങൾ അല്ലാതെ തന്നെ പറയാൻ ഗൂഗിൾ വാട്ട് യു ആർ ഡൂയിങ്. അപ്പം ഗൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് ഗൈസ്.